ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ നാളത്തെ അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസ് ഞാൻ എടുത്തിരിക്കും. എന്താ തോൽക്കുമെന്ന് പേടിയുണ്ടോ രാഘവനുണ്ണി ഇങ്ങനെയൊക്കെയാണോ തോൽക്കാനാവുന്ന കേസൊക്കെ? ഇതുപോലെ പൈസ കൊടുത്തിട്ടാണ് ഒത്തുതീർപ്പാക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കളിയൊക്കെ കൊണ്ടുപോകുന്ന അഞ്ജലിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിലാണെങ്കിൽ ഈ പുള്ളിക്കാരി രാഘവനുണ്ണി ഭാര്യ എടുത്ത് മക്കളുടെ അടുത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു അലവലാതി പെണ്ണ് കേസ് ഏറ്റെടുക്കാൻ വന്നേക്കുന്നത്, പീറ പെണ്ണ്, അവളെ ഞാൻ കോടതിയിൽ മുട്ടുകുത്തിക്കും, അവൾക്ക് ഞാൻ ഓഫറൊക്കെ കൊടുത്തു, അതൊന്നും വേണ്ടത്രേ, എന്തെങ്കിലും ആവട്ടെ, വല്ല പയ്യന്മാരെ ചുറ്റിക്കറങ്ങി നടക്കുന്നൊരു പെണ്ണാണ്, നമ്മുടെ കാവ്യനെ പോലത്തെ പെണ്ണൊന്നല്ല. കാവ്യ ഈ വീട്ടിലെ മരുമകളായിട്ട് വരണം, അതാണ് എൻ്റെ ഒരു സന്തോഷം. കാവ്യ എന്ത് നല്ല പെൺകുട്ടിയാണ്, കാവ്യനെ പോലത്തെ ഒരു മരുമകളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് അർജുൻ്റെയും കാവ്യയുടെയും വിവാഹം നടത്തണം എന്നൊക്കെ പറയുമ്പോൾ അർജുനൊക്കെ ആകെ ദേഷ്യം വരട്ടെ. അപ്പോൾ അർജുൻ പെട്ടെന്ന് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയണം. എടാ എന്താണ്, അച്ഛനെ മുമ്പിലാണോ എന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും, അതെ, എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്ക്, എനിക്ക് കാവ്യനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതെന്താണ് നിനക്ക് ഇഷ്ടമല്ലാത്തത്? എനിക്ക് കാവ്യന് ഇഷ്ടമല്ല. കാരണം എന്താ? എനിക്ക് ചേർന്ന പെണ്ണല്ല കാവ്യ, എനിക്ക് സത്യം പറഞ്ഞാൽ വേറൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. വേറൊരു പെൺകുട്ടീനെയോ? അതെ, ഞാൻ അവളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അമ്മ മുഖത്തിട്ട് ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. നിൻ്റെ ചേട്ടനെ ഇവിടെ നിന്ന് അനുഭവിക്കണ കണ്ടില്ലേ, ഇഷ്ടപ്പെട്ട പെൺകുട്ടീനെ വിവാഹം കഴിച്ചിട്ട്? അതുപോലെ നിനക്കും ആവണമല്ലേ? ഏതൊരു ദരിദ്രവാസി കുടുംബത്തിലെ പെൺകുട്ടിനെ കെട്ടിയെടുക്കാത്തതിന് കുഴപ്പമുള്ളവന്. എടാ മര്യാദയ്ക്കിരുന്ന് ഞങ്ങൾ പറഞ്ഞ വിവാഹത്തിന് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അർജുൻ ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷം രാവിലെ തന്നെ അർജുൻ്റെ കൂട്ടുകാരൻ അഞ്ജലിനെ കാണാൻ വേണ്ടി കോടതിയിലേക്ക് വരുന്നുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അഞ്ജലി തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ ഹലോ എന്ന് പറഞ്ഞ് പറയുമ്പോഴേക്കും അഞ്ജലി ഇതാരാ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുക കേട്ടോ. അർജുൻ എന്തോ ഒരു സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ട് കൂട്ടുകാരൻ്റെ കയ്യിൽ. അത് കൂട്ടുകാരൻ അഞ്ജലിയുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ആ ഒരു ഭാഗത്തോടെ പ്രൊമോ തീർന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.